വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്രഗ്നൻ്റ് ആകാനായിട്ടുള്ള സാധ്യത വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഏത് സമയത്തും എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടിപ്പിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഡെയിലി നമ്മുടെ ചാനലിൽ ലൈവ് സെഷൻസ് ഉണ്ട്. എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഞാനുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യാവുന്നതാണ്. ഒരിക്കലും ഒരു ഡോക്ടറുടെ ട്രീറ്റ്മെൻറ്റിന് പകരമായിട്ടുള്ളതല്ല നമ്മുടെ ചാനലിൽ പറയുന്ന യാതൊരു തരത്തിലുള്ള ടിപ്സും അതുപോലെ പറയുന്ന ഇൻഫർമേഷൻസും ഒക്കെ തന്നെ. ഒരിക്കലും നിങ്ങൾ അത്രയും പേഴ്സണലായിട്ട് ഇൻഫർമേഷൻ എടുക്കരുത്. എന്തെങ്കിലും അത് കൃത്യമായിട്ടുള്ള രീതിക്കുള്ള ഇൻഫർമേഷൻ കിട്ടണമെങ്കിൽ നിങ്ങൾ ഡോക്ടറെ തന്നെ സമീപിക്കാനായിട്ട് നോക്കണം കേട്ടോ. അതുപോലെ തന്നെ ഒരുപാട് പേര് ഡോക്ടറുടെ ട്രിപ്സിനോടൊപ്പം നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ചേഞ്ചസ് കൂടി കൊണ്ടുവന്നിട്ട് പ്രഗ്നൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ലൈഫ് സ്റ്റൈലും ചേഞ്ചസ് കൊണ്ടുവന്നിട്ട് പെട്ടെന്ന് കൺസീവ് ആകാനായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളെയും കൂടി ഭാഗത്തു നിന്ന് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ സംസാരിക്കാനായിട്ട് പോകുന്നത് മൂസലിയെ പറ്റിയിട്ടാണ്. ആരും വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകരുത് കേട്ടോ. കാരണം നിങ്ങളോട് ഞാൻ പറയാറില്ലേ, പംകിൻ സീഡ് എടുക്കണം, ചിയാ സീഡ് എടുക്കണം, ഫ്ലാക്സ് സീഡ് എടുക്കണം എന്നൊക്കെ സെപ്പറേറ്റ് ആയിട്ട് ഞാൻ പറയാറില്ലേ. പക്ഷേ ഇതെല്ലാം ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള ഒന്നാണ് ഈ മൂസലി എന്ന് പറയുന്നത്. ഏറ്റവും പവർ പാക്ക് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു സ്നാക്ക് ആയിട്ടോ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ഒന്നാണ് മൂസലി എന്ന് പറയുന്നത്. കൃത്യമായിട്ടുള്ള രീതിക്ക് കൃത്യമായിട്ടുള്ള അളവിൽ നിങ്ങൾ മൂസലി എടുക്കുന്നത് പ്രഗ്നൻസി കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് കേട്ടോ. അതെങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഏറ്റവും ആദ്യം തന്നെ മൂസലി എന്താണ് എന്നറിയാത്തവർക്ക് വേണ്ടിയിട്ട് റെഡി ടു ഈറ്റ് ആയിട്ടുള്ള ഒരു ഫുഡാണ് ഈ മൂസലി എന്ന് പറയുന്നത്. ഇതിലൊരുപാട് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള കണ്ടൻസ് അടങ്ങിയിട്ടുണ്ട്. സാധാരണ നമ്മൾ കോൺഫ്ലെക്സും ചോക്കോസ് ഒക്കെ കണ്ടിട്ടുണ്ടാവില്ലേ, അതിലേതെങ്കിലും ഒരു ഘടകമല്ലേ അടങ്ങിയിട്ടുണ്ടാവും, ഒരു ഫുഡ് ഐറ്റം അല്ലേ അടങ്ങിയിട്ടുണ്ടാവുള്ളൂ. പക്ഷേ ഇതിലങ്ങനെയല്ല, മൂസലിയിൽ അങ്ങനെയല്ല. ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഒന്നിച്ചു കൂടിയിട്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡ് ഐറ്റം ആണ് കേട്ടോ ഇത്. ഇതിൽ റോൾഡ് ഓട്സ് ഉണ്ട്, നട്ട്സ് ഉണ്ട്, ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ട്, സീഡ്സ്, ഇതൊക്കെ മെയിനായിട്ട് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവർക്ക് വളരെ ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഈ മൂസലി എന്ന് പറയുന്നത് കേട്ടോ. മൂസലി ഉപയോഗിക്കുന്നത് വഴി നമ്മളിപ്പോൾ പരസ്യമൊക്കെ കണ്ടിട്ടുണ്ടാകും, ഒരുപാട് ബെനിഫിറ്റ് നമുക്ക് കിട്ടും. കാരണം ഈ മൂസലിയിൽ ഒരുപാട് സീഡ്സ് നട്ട്സും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇത് ഫൈബർ കണ്ടന്റ് ഭയങ്കര കൂടുതലായിരിക്കും. നമ്മളൊന്ന് കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വയറ്റിൽ തന്നെ അങ്ങനെ കിടക്കും. അതായത് നമുക്ക് പെട്ടെന്ന് തന്നെ വേറൊരു വിശപ്പ് വരില്ല. വയറ് ഫുള്ള് ഹെവി ആയിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഈ മൂസലി എന്ന് പറയുന്നത്. കൃത്യമായിട്ടുള്ള അളവിൽ നിങ്ങൾ ഈ മൂസലി എടുക്കുമ്പോഴേക്കും നമ്മുടെ വിശപ്പിനെ നന്നായിട്ട് കൺട്രോൾ ചെയ്ത് പിടിച്ചിട്ട് പെട്ടെന്നൊരു ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്രേവിങ്സിനെ ഇത് നന്നായിട്ട് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതുപോലെ ഇതിലടങ്ങിയിട്ടുള്ള ന്യൂട്രിയൻസ് നമ്മുടെ ബ്ലഡ് ഷുഗറിന്റെ ലെവൽ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വിറ്റമിൻസ്, മിനറൽസ്, ന്യൂട്രീഷൻ റിച്ചും ആയിട്ടുള്ള മൂസലി നമ്മുടെ ബോഡി ഫുൾ ഹെൽത്തി ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. നമ്മൾ സെപ്പറേറ്റ് എടുക്കാൻ പറയുന്ന എല്ലാ ന്യൂട്രിയൻസും തന്നെ ഇതിൽ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു എഗ്ഗിന്റെ ഫോർമേഷന് വേണ്ടിയിട്ടും ഇത് സഹായിക്കുന്നുണ്ട്. ഞാനിവിടെ 2 ബ്രാൻഡിലുള്ള മൂസലീസിനെ പറ്റി സംസാരിക്കാം കേട്ടോ. അതൊരിക്കലും ഒരു ബ്രാൻഡ് പ്രൊമോഷൻ ഒന്നുമല്ല. ഞാൻ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് യോഗ ബാറിന്റെ മൂസലിയാണ്. ഞാൻ കഴിച്ചു നോക്കിയിട്ട് എനിക്ക് ഇഷ്ടമായത്, ഞാൻ കുട്ടികൾക്ക് കൊടുക്കുന്നതുമായിട്ടുള്ള ഒന്നാണ് യോഗ ബാറിന്റെ മൂസലി. അതുപോലെ തന്നെ കെല്ലോഗ്സിന്റെ മൂസലിയും ഉണ്ട്. നമ്മുടെ പർപ്പസ് എന്ന് പറയുന്നത് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ നമ്മൾ എടുക്കേണ്ടത് നോ ഷുഗർ ആയിട്ടുള്ള മൂസലിയാണ്. നോ ആഡഡ് ഷുഗർ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടാകും അതിലെ ഫ്രണ്ടിൽ തന്നെ. അങ്ങനെയുള്ള മൂസലി നിങ്ങൾ എടുക്കാനായിട്ട് നോക്കുക. ഇപ്പോൾ യോഗ ബാറിന്റെ നോ ആഡഡ് ഷുഗർ മൂസലി ഞാൻ എടുത്തപ്പോഴേക്കും അതിൽ പംകിൻ ഉണ്ട്, ഫ്ലാക്സ് സീഡ് ഉണ്ട്, ചിയാ സീഡ്, സെസമി, റോൾഡ് ഓട്സ്, ആൽമണ്ട്സ്, വോൾ ഗ്രെയിൻസ് ഇതൊക്കെ തന്നെ അടങ്ങിയിട്ടുണ്ട്. ഇതിൽ പലതും തന്നെ പ്ലാൻ ബേസ്ഡ് ആയിട്ടുള്ള പ്രോട്ടീനാണ്. നമ്മൾ പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന സമയത്ത് ആനിമൽ പ്രോട്ടീൻ എടുക്കുന്നതിനേക്കാളും ഒരുപാട് നല്ലതാണ് പ്ലാൻ ബേസ്ഡ് ആയിട്ടുള്ള പ്രോട്ടീൻ എടുക്കുന്നത്. ഇത് എഗ്ഗിന്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കുന്നതിനും എൻഡോമെട്രിയൽ ലൈനിങ് നന്നായിട്ട് തിക്കണാവുന്നതിന് വേണ്ടിയിട്ടും സഹായിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള എല്ലാ ഐറ്റംസ് തന്നെ ഇപ്പോൾ കെല്ലോഗ്സിന്റെ മൂസലിയിലാണ് അടങ്ങിയിട്ടുള്ളതെങ്കിൽ ആൽമണ്ട് ഉണ്ട്, പംകിൻ, റൈസിൻ, മറ്റുള്ള ഓൾ ഗ്രെയിൻസ് ഇതൊക്കെ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് എടുക്കുമ്പോൾ കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് ഓരോ കണ്ടൻസും കൃത്യമായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മൾ എടുക്കുമ്പോൾ ഹോർമോൺസിന്റെ പ്രൊഡക്ഷൻ നന്നായിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. എല്ലാ ഹോർമോൺസും എസ്പെഷ്യലി നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഹോർമോൺസിന്റെ പ്രവർത്തനം നന്നായിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ. പ്രോട്ടീൻ്റെ കണ്ടന്റ് അവിടെ കുറയുന്ന സമയത്താണ് നമുക്ക് ഓവുലേഷൻ ഉണ്ടാകാനും പീരിയഡ്സ് ഉണ്ടാകാനും ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കിത് ഉപയോഗിക്കാവുന്നതാണ്. അടുത്തതെന്ന് പറയുന്നത് എഗ്ഗിൻ്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ സഹായിക്കുന്നുണ്ട്. പംകിനൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല, സീഡ് സൈക്ലിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് എഗ്ഗിൻ്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ആദ്യത്തെ ഫേസിൽ ഏറ്റവും കൂടുതൽ എടുക്കുന്ന ഒന്നാണ് ഈ പംകിൻ സീഡൊക്കെ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഫ്ലാക്സ് സീഡും. ഇത് രണ്ടും ഇതിനകത്ത് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ എഗ്ഗ് പ്രൊഡ്യൂസ് ആക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ സെർവിക്കൽ മ്യൂക്കസിന്റെ പ്രൊഡക്ഷൻ നന്നായിട്ട് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്.
ബാക്കിയുള്ള ഓൾ ഗ്രെയിൻസ്, അതായത് ചിലതിൽ ക്രാൻബെറി അടങ്ങിയിട്ടുണ്ട്, ചിലതിൽ നമ്മുടെ ബ്ലാക്ക് റൈസ്, നമ്മുടെ ഉണക്കമുന്തിരി അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇതിൽ ഇൻക്ലൂഡഡ് ആയതുകൊണ്ട് തന്നെ സെർവിക്കൽ മ്യൂക്കസിൻ്റെയൊക്കെ പ്രൊഡക്ഷൻ നന്നായിട്ട് വർദ്ധിപ്പിക്കുന്നതിനും ഇതൊക്കെ ഉപയോഗിക്കുന്നത് വഴി നമ്മുടെ രക്തയോട്ടമൊക്കെ നന്നായിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ടും സഹായിക്കുന്നുണ്ടോ. അതുപോലെ തന്നെ നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഹോർമോൺസിൻ്റെ അതിൻ്റെ ഗ്രോത്തും റിപ്പയറും മെയിൻ്റനൻസും ഒക്കെ നന്നായിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ടും ഇത് ഉപയോഗിക്കുന്നത് സഹായിക്കുന്നുണ്ട്. നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ്റെ ലെവൽ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് മൂസലി ഉപയോഗിക്കുന്നത് വഴി ഹെൽപ്പ് ആവുന്നുണ്ട് കേട്ടോ. ഷുഗർ ലെവൽ കൂടി പോകുന്ന സിറ്റുവേഷനൊക്കെ പല PCOD ഉള്ള ആളുകൾക്കും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് ഉപയോഗിക്കാവുന്നതാണ്. സ്ത്രീകൾക്ക് മാത്രമല്ല കേട്ടോ, പുരുഷന്മാർക്ക് ഇത് ഉപയോഗിക്കുമ്പോൾ ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ സ്പേം ഹെൽത്ത് നന്നായിട്ട് ഇൻക്രീസ് ആകാൻ വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിലടങ്ങിയിട്ടുള്ള പല പ്ലാന്റ് ബേസ്ഡ് ആയിട്ടുള്ള പ്രോട്ടീൻസിലും അമിനോ ആസിഡ് അടങ്ങിയിട്ടുണ്ട്. ഇത് നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ട് സ്പേം സെൽസിൻ്റെ പ്രൊഡക്ഷൻ ഉണ്ടാകുന്നതിനും കൗണ്ട് വർദ്ധിപ്പിക്കുന്നതിനും മോട്ടിലിറ്റി മോർഫോളജിയും ഒക്കെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇതിൽ ഫൈബറിൻ്റെ കണ്ടന്റ് ഉണ്ട്, നട്ട്സിലും സീഡ്സിലും ഒക്കെ. ഇതൊക്കെ നമ്മുടെ ഡൈജഷൻ കൃത്യമായിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. വയറ്റിൽ നിന്ന് പോകാനായിട്ട് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിട്ട് കോൺസ്റ്റിപ്പേഷൻ ഉള്ള ആളുകളുണ്ടല്ലോ, മോഷൻ പോകാത്ത സിറ്റുവേഷൻ, അങ്ങനെയുള്ള ആളുകൾക്ക് ഇതിൽ ഫൈബറിൻ്റെ കണ്ടന്റ് കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ മോഷനൊക്കെ നല്ല കൃത്യമായിട്ട് പോകുന്നതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ വെയിറ്റ് മാനേജ്മെന്റിന് നമ്മൾ ഇത് എടുക്കുന്ന സമയത്ത് നമ്മുടെ ഫൈബറൊക്കെ നന്നായിട്ടുള്ളത് കൊണ്ടും പ്രോട്ടീൻ റിച്ച് ആയതുകൊണ്ടും വെയിറ്റ് ഒക്കെ നല്ല രീതിക്ക് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. കഴിക്കുന്ന സമയത്ത് നമുക്ക് ഓവറോൾ ഒരു എനർജി ഫീൽ ചെയ്യും, ഒരു തളർച്ച, ക്ഷീണം അങ്ങനെയുള്ള സിറ്റുവേഷൻ ഒന്നും ഉണ്ടാവില്ല. നമ്മൾ ബോഡി ഒന്ന് ടോൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കുന്നത് സഹായിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഹാർട്ടിൻ്റെ ഹെൽത്തൊക്കെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് മൂസലി ഉപയോഗിക്കുന്നത് സഹായിക്കുന്നുണ്ട്. ഇതിപ്പോൾ ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള സമയത്തും ആഫ്റ്റർ ഓവുലേഷൻ ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് നിങ്ങളിത് എടുത്തു കഴിഞ്ഞാലും ഇതിലടങ്ങിയിട്ടുള്ള ന്യൂട്രീഷനൊക്കെ നമ്മുടെ ശരീരത്തിലോട്ട് എത്തുകയും എംബ്രിയോയുടെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫോർമേഷന് വേണ്ടിയിട്ട് അത് സഹായിക്കുകയും ചെയ്യുന്നു. ഏറ്റവും കൂടുതൽ എംബ്രിയോയ്ക്ക് ഗ്രോത്ത് ഉണ്ടാവുന്ന സമയമാണ് ആ ഫസ്റ്റ് ട്രൈമസ്റ്റർ എന്ന് പറയുന്നത്. അതായത് നമുക്ക് അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ എന്ന് ഉറപ്പിക്കാൻ പറ്റാത്ത സമയമാണ് ഈ ഫസ്റ്റ് ട്രൈമസ്റ്റർ. ഈ സമയത്ത് ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ തന്നെ എംബ്രിയോ ഫോർമേഷൻ നടക്കുന്നതിന് വേണ്ടിയിട്ടും എൻഡോമെട്രിയൽ ലൈനിങ് ഒക്കെ നല്ല തിക്കണായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും നിങ്ങൾക്ക് മൂസലി ഉപയോഗിക്കാവുന്നതാണ്. ഏറ്റവും കൂടുതൽ നമുക്ക് സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നും അതുപോലെ ഓൺലൈൻ സ്റ്റോറുകളിൽ നിന്നും മൂസലി മേടിക്കാവുന്നതാണ്. ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്യാറുണ്ട്, അതുപോലെ സ്വിഗ്ഗിയുടെ ഇൻസ്റ്റാമാർട്ടിൽ നിന്നും ഞാൻ മ്യൂസലി ഓർഡർ ചെയ്യാറുണ്ട് കേട്ടോ. അത്യാവശ്യം നമുക്ക് റേറ്റ് കുറവിൽ കിട്ടും. ഇതിന് പലതരത്തിലുള്ള ഫ്ലേവേഴ്സ് ഉണ്ട്. ചിലരൊക്കെ നമുക്ക് ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ എടുക്കാൻ പറ്റും, അതുപോലെ തന്നെ സീഡ്സും നട്ട്സും മാത്രമുള്ള ഫ്ലേവർ എടുക്കാൻ പറ്റും, അതുപോലെ സീഡ്സും നട്ട്സും ഓൾ ഗ്രെയിൻസും ഉള്ള ഫ്ലേവർ എടുക്കാനായിട്ട് പറ്റും കേട്ടോ. അത് നിങ്ങൾ ജസ്റ്റ് നോക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിനായിട്ടുള്ളൊരു ഇൻഫർമേഷൻ കിട്ടും ഇത് മൂസലി എന്താണെന്ന്. അതിൻ്റെ പുറകിൽ നമ്മൾ സ്ക്രീൻ ഇപ്പോൾ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് പോയ എല്ലാം ഓൺലൈനായിട്ടാണ് മേടിക്കുന്നതെങ്കിൽ സ്ക്രീൻ ഒന്ന് സ്ക്രോൾ ചെയ്ത് വിടുവാണെങ്കിൽ അതിലേതെല്ലാം ന്യൂട്രീഷൻസ് അടങ്ങിയിട്ടുണ്ടെന്ന് അറിയാനായിട്ട് പറ്റും. അതൊക്കെ എടുത്തിട്ട് നിങ്ങൾ ജസ്റ്റ് ഇപ്പോൾ പംകിൻ ഉണ്ട്, പംകിൻ വെച്ചിട്ട് ദിജോസ് വേൾഡ് പംകിൻ സീഡ് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ പംകിൻ്റെ ഗുണങ്ങൾ നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ ഫ്ലാക്സ് സീഡ്, ഇതൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാനായിട്ട് പറയുന്നതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊക്കെ കൃത്യമായിട്ട് ഒരു പ്രൊഡക്റ്റിൽ തന്നെ ഇതെല്ലാം കിട്ടുവാണെങ്കിൽ അത്രയും യൂസ്ഫുൾ അല്ലേ, നിങ്ങൾ പ്രോപ്പറായിട്ട് എടുക്കാനായിട്ട് അപ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ. ഇനി ഇതെങ്ങനെയൊക്കെ യൂസ് ചെയ്യാമെന്ന് നോക്കാം. നമുക്ക് പാലിൽ ഇത് ഇട്ടിട്ട് കുഴിച്ച് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിനൊപ്പം ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്തിട്ട് രാവിലെ പാലിൽ ഈ കുറച്ച് മൂസലി ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ്. ചിലവർക്ക് അതൊക്കെ ഇങ്ങനെ കുതിർന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു ബൗളിൽ കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള മൂസലി എടുത്തിട്ടതിന് ശേഷം നിങ്ങൾക്ക് വെറുതെ ആണെങ്കിലും കഴിക്കാവുന്നതാണ് കേട്ടോ. ഏറ്റവും നല്ല ബെനിഫിറ്റ് ഉള്ളതാണ്, അതുകൊണ്ട് പ്രോപ്പറായിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അതുപോലെ ഒരുപാട് ഗുണമുള്ളതാണെന്ന് വിചാരിച്ചിട്ട് കഴിക്കുന്ന സമയത്ത് കൂടുതൽ ആഡ് ചെയ്തിട്ട് കഴിക്കരുത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈബറിൻ്റെ കണ്ടന്റ് കൂടുതലായിട്ടുള്ളത് കൊണ്ട് ചിലപ്പോൾ ലൂസ് മോഷനോ അല്ലെങ്കിൽ അയഞ്ഞ രീതിക്ക് മോഷൻ പോകാനായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരുപാട് കൂടുതൽ നിങ്ങൾ ആഡ് ചെയ്തിട്ട് കഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് നിങ്ങൾക്ക് അതൊന്നും എടുക്കാൻ താല്പര്യമില്ലെങ്കിൽ ഈവനിങ് ഒരു സ്നാക്കിന് പകരമായിട്ട് നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഏറ്റവും ന്യൂട്രീഷ്യസ് ആയിട്ടുള്ളതാണ്. ഓവുലേഷൻ സമയത്തോ ഇംപ്ലാന്റേഷൻ സമയത്തോ ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് എടുക്കാവുന്നതാണ്. നമുക്ക് കൂടുതൽ ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഷുഗർ ഇല്ലാത്ത പ്രൊഡക്റ്റ് എടുത്തിട്ട് നിങ്ങൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. ചില ആളുകൾക്ക് മൂസലിയുടെ ഒരു ടേസ്റ്റ് പറ്റാത്ത ആളുകളുണ്ടാകും. ഒരുപാട് ടേസ്റ്റ് അങ്ങനെ ഫ്ലേവർ ഒന്നും ആഡ് ചെയ്യാത്തതുകൊണ്ട് ആ സീഡ്സിൻ്റെ ഒക്കെ കടിക്കുന്നത് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാനായിട്ട് പറ്റും കേട്ടോ. അങ്ങനെ ഇപ്പോൾ യൂസ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുള്ളവർക്ക് ചെറിയൊരു പാക്കറ്റ് മേടിച്ചിട്ട് എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ടേസ്റ്റ് പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. എന്നിട്ട് നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. എന്തായാലും ഞാൻ ഉപയോഗിക്കുന്നതാണ്, എൻ്റെ മക്കൾക്ക് ഞാൻ കൊടുക്കുന്നതാണ്, മോൾക്കൊക്കെ സ്നാക്സ് ആയിട്ട് കൊടുത്തു വരുന്നതാണ് കേട്ടോ. അത്രയും നല്ലതാണ്, വയറ് നല്ല ഹെവി ആയിട്ടിരുന്നോളും. അതുപോലെ ഏറ്റവും കൂടുതൽ ന്യൂട്രീഷൻസ് ഉള്ളതുമാണ്. നിങ്ങൾ കൃത്യമായിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ. അപ്പോൾ പ്രോപ്പറായിട്ട് ഒരു 25 ഡേയ്സ് എങ്കിലും നിങ്ങളിത് ഫോളോ ചെയ്യാനായിട്ട് നോക്കുക. എഗിന് ക്വാളിറ്റി കുറയുന്നവർക്ക് അതൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ടും സെർവിക്കൽ മ്യൂക്കസിൻ്റെ കൗണ്ട് വർദ്ധിപ്പിക്കാനും അതുപോലെ എൻഡോമെട്രിയം ഒക്കെ നല്ലോണം തിക്കണായിട്ട് വളരുന്നതിനും ആഫ്റ്റർ ഓവുലേഷൻ ആണെങ്കിലും ഈസ്ട്രോജൻ്റെയും പ്രൊജസ്ട്രോണിൻ്റെ ഒക്കെ ബാലൻസ് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും ഒക്കെ വേണ്ടിയിട്ട് മൂസലി ഉപയോഗിക്കുന്നത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ.
യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.